എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നോക്കുവാൻ പോകുന്നത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ കർത്തവ്യങ്ങളെയും പറ്റിയാണ്. ഇപ്പോൾ വൈസ് പ്രസിഡന്റിൻ്റെ പദവിയെ പറ്റി പറയുകയാണെങ്കിൽ അമേരിക്കയിൽ ഭരണഘടനാപരമായിട്ട് സ്ഥാപിക്കപ്പെട്ട ഔദ്യോഗിക സ്ഥാനങ്ങളിൽ രണ്ടാമതായി വരുന്നതാണ് വൈസ് പ്രസിഡന്റിൻ്റെ പദവി എന്ന് പറയുന്നത്. ഒന്നാമതായി വരുന്നത് പ്രസിഡൻ്റാണ്. അതുപോലെ സാധാരണ പ്രസിഡന്റിനെ നിയമിക്കുന്ന തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെയാണ് വൈസ് പ്രസിഡന്റിനെയും 4 വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നത്. സാധാരണ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെ ഒരു ഇലക്ടറൽ കോളേജാണ് 4 വർഷത്തേക്ക് വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്നത്. എന്തെങ്കിലും കാരണത്താൽ അമേരിക്കയിൽ പ്രസിഡന്റിൻ്റെ സ്ഥാനം ഒഴിവ് വരികയാണെങ്കിൽ ആ പദവി വഹിക്കേണ്ടത് വൈസ് പ്രസിഡന്റ് ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ പ്രസിഡന്റിൻ്റെ പിൻഗാമിയായിട്ടാണ് അമേരിക്കയിൽ വൈസ് പ്രസിഡന്റിനെ അറിയപ്പെടുന്നത്. കൂടാതെ മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ പ്രധാന കർത്തവ്യമെന്ന് പറയുന്നത് എന്തെങ്കിലും കാരണത്താൽ പ്രസിഡന്റിൻ്റെ സ്ഥാനം ഒഴിവ് വന്നാൽ ഇംപീച്ച്മെൻ്റ് ആവാം, അതുപോലെ തന്നെ മരണം, അതുപോലെ രാജി, കൂടാതെ മറ്റ് കാരണങ്ങൾ, ഇവയുടെയൊക്കെ കാരണമായിട്ട് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സ്ഥാനം ഒഴിവ് വരികയാണെങ്കിൽ ആ സ്ഥാനം ഏറ്റെടുക്കുന്നത് പ്രസിഡന്റിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുന്നത് വൈസ് പ്രസിഡന്റ് ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ വൈസ് പ്രസിഡന്റിൻ്റെ പ്രഥമമായ ഒരു കർത്തവ്യമാണ് ഇത്. കൂടാതെ മാത്രവുമല്ല, അമേരിക്കൻ ഐക്യനാടുകളിലെ നിയമനിർമ്മാണ സഭയാണ് കോൺഗ്രസ് എന്നറിയപ്പെടുന്നത്. ഈ കോൺഗ്രസ് ഒരു ദ്വിമണ്ഡല പാർലമെൻറ്റാണ്. ഉപരിസഭ സെനറ്റ് എന്നും അതുപോലെ തന്നെ അധോസഭ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ സെനറ്റിൻ്റെ ഉപരിസഭയുടെ അധ്യക്ഷനാണ് വൈസ് പ്രസിഡന്റ്. കൂടാതെ സെനറ്റിൽ അദ്ദേഹത്തിനുള്ള പ്രഥമമായ അധികാരം എന്ന് പറയുന്നത് കാസ്റ്റിംഗ് വോട്ടാണ്. സെനറ്റിൽ എന്തെങ്കിലും ഒരു തീരുമാനത്തെ സംബന്ധിച്ച് അഭിപ്രായ ഭിന്നതകൾ അഭിപ്രായ വ്യത്യാസവുമായി ബന്ധപ്പെട്ട് തുല്യത വന്നാൽ, തീരുമാനം എടുക്കുന്നതിൽ വോട്ട് ചെയ്യുന്നതിൽ തുല്യത ടൈ വന്നാൽ അത് മാറ്റുന്നതിന് വേണ്ടി സെനറ്റിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ തൻ്റെ അധികാരം ഉപയോഗിച്ച് കാസ്റ്റിംഗ് വോട്ട് ചെയ്യുന്നതിന് അദ്ദേഹത്തിന് അധികാരമുണ്ടായിരിക്കും. അപ്പോൾ ഈ തുല്യത മറികടക്കാൻ അതിലൂടെ സാധിക്കും. കൂടാതെ മാത്രവുമല്ല, സെനറ്റിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ വൈസ് പ്രസിഡന്റ് പക്ഷപാതരഹിതമായിട്ട് പെരുമാറുകയും വേണം. മാത്രമല്ല, നമ്മൾ ചർച്ച ചെയ്തതാണ് പ്രസിഡന്റിൻ്റെ യോഗ്യതകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അധികാരങ്ങളും ക്വാളിഫിക്കേഷൻസൊക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് ഉണ്ടായിരിക്കേണ്ട അതേ യോഗ്യത തന്നെ വൈസ് പ്രസിഡന്റിനും ഉണ്ടായിരിക്കണം. മാത്രമല്ല, ചുരുക്കി പറഞ്ഞാൽ പ്രസിഡന്റിൻ്റെ അഭിലാഷങ്ങൾ അറിയുവാൻ കഴിയുന്ന ആളായിരിക്കണം വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് വൈസ് പ്രസിഡന്റിൻ്റെ നിരവധിയായ കർത്തവ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇവയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ആദ്യത്തെ കർത്തവ്യം എന്ന് പറയുന്നത് സെനറ്റിൻ്റെ അധ്യക്ഷൻ അധ്യക്ഷ പദം അലങ്കരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് റെഗുലർ ഡ്യൂട്ടീസാണ്. സാധാരണയായിട്ടുള്ള വൈസ് പ്രസിഡന്റ് എന്ന സ്ഥാനം വഹിക്കുന്ന വ്യക്തി നടത്തേണ്ട അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ്. അപ്പോൾ ആദ്യത്തേതാണ് സെനറ്റിൻ്റെ അധ്യക്ഷൻ എന്നത്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അമേരിക്കൻ ഐക്യനാടുകളിലെ നിയമനിർമ്മാണ സഭയാണ് കോൺഗ്രസ്. ഇതൊരു ദ്വിമണ്ഡല പാർലമെൻറ്റാണ്. അതിൽ ഉപരിസഭ സെനറ്റ് എന്നും അധോസഭ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്നുമാണ് അറിയപ്പെടുന്നത്. അതിൽ ഉപരിസഭയുടെ അധ്യക്ഷൻ ആയിട്ടാണ് വൈസ് പ്രസിഡന്റ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഉപരിസഭയുടെ സമ്മേളനങ്ങൾ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ സമ്മേളനങ്ങളിൽ ഏത് വ്യക്തിയാണ് സംസാരിക്കേണ്ടത് എന്നത് തീരുമാനിക്കുകയും കൂടാതെ സമ്മേളനത്തിലെ നടപടിക്രമങ്ങൾ എന്നിവയെല്ലാം തന്നെ തീരുമാനിക്കുകയും ചെയ്യുന്നതിനുള്ള അധികാരം വൈസ് പ്രസിഡന്റ് നിക്ഷിപ്തമാണ്. കൂടാതെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ് ടൈ വന്നാൽ സെനറ്റിൽ എന്തെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിന് ടൈ തുല്യത വന്നാൽ അദ്ദേഹത്തിന് കാസ്റ്റിംഗ് വോട്ടിന് അധികാരം ഉണ്ടായിരിക്കും. മാത്രമല്ല, വൈസ് പ്രസിഡന്റിൻ്റെ മറ്റൊരു കർത്തവ്യം എന്ന് പറയുന്നത് റെഗുലർ ഡ്യൂട്ടീസാണ്. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത് നോക്കിയാൽ, ഇപ്പോൾ ഒരിക്കലും സെനറ്റിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് വ്യക്തമായ പാർട്ടി ഉണ്ടെങ്കിലും പാർട്ടി സ്വാധീനം ഇല്ലാത്തവനായിരിക്കണം വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് ഒരിക്കലും പാർട്ടി സ്വാധീനത്തിൽ ഉള്ള രീതിയിൽ ആയിരിക്കരുത്. അദ്ദേഹം ഉപരിസഭ സെനറ്റിൻ്റെ അധ്യക്ഷനാണ്. അപ്പോൾ എന്നിരുന്നാലും ഒരിക്കലും സെനറ്റിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ
അദ്ദേഹത്തിന് വ്യക്തമായ പാർട്ടി ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം പാർട്ടി സ്വാധീനം ഇല്ലാത്തവനായിരിക്കണം. ഓക്കെ. കൂടാതെ പ്രസിഡൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പിൽ ഇലക്ടറൽ കോളേജിലെ വോട്ട് സെനറ്റിലെ അധ്യക്ഷൻ്റെ സാന്നിധ്യത്തിലായിരിക്കും വോട്ട് എണ്ണുന്നതും അതുപോലെ തന്നെ ഫലം പ്രഖ്യാപിക്കുന്നതും. മാത്രവുമല്ല, അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള വോട്ടെണ്ണലിൽ സംയുക്ത സമ്മേളനം നിയന്ത്രിക്കുന്നത് വൈസ് പ്രസിഡൻ്റ് ആയിരിക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷന് ശേഷം എല്ലാ വർഷവും ജനുവരി 6-നാണ് വോട്ടെണ്ണുക. ഓക്കെ. മാത്രവുമല്ല, ഉന്നത ഉദ്യോഗസ്ഥരെ ഇംപീച്ച്മെൻറ്റ്, അതായത് അവരുടെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്ന പ്രൊസീജിയറാണ് ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ദുർനടപടികൾ, അതുപോലെ തന്നെ മരണം, രാജി, അതായത് പിന്നെ കോഴ വാങ്ങുക തുടങ്ങിയ തരത്തിലുള്ള ദുർനടപടികളുടെ ഫലമായിട്ട് ഉദ്യോഗസ്ഥരെ തങ്ങളുടെ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്ന നടപടിക്രമത്തെയാണ് ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരെ ഇംപീച്ച്മെൻറ്റ് ചെയ്യുന്ന സമ്മേളനങ്ങളിൽ ആ സഭയുടെ അധ്യക്ഷൻ വൈസ് പ്രസിഡൻ്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ അത്തരം ഇംപീച്ച്മെൻറ്റ് നടക്കുന്ന സമ്മേളനങ്ങളുടെ അധ്യക്ഷത വഹിക്കുന്നത് വൈസ് പ്രസിഡൻ്റ് ആയിരിക്കും. ഓക്കെ. ഇതും അദ്ദേഹത്തിൻ്റെ റെഗുലർ ആയിട്ടുള്ളൊരു ഡ്യൂട്ടിയാണ്. എന്നാൽ പ്രസിഡൻറ്റിനെ ഇംപീച്ച്മെൻറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ സഭയുടെ അധ്യക്ഷൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അമേരിക്കയുടെ വൈസ് പ്രസിഡൻറ്റിനെ പറ്റി പറയാനുള്ളത്. ഇവയുടെ പ്രസിഡൻറ്റിനുണ്ടായിരിക്കേണ്ട അതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് വൈസ് പ്രസിഡൻറ്റിനും ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഇവരെ 4 വർഷത്തേക്കാണ് ഇദ്ദേഹത്തെയും തിരഞ്ഞെടുക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ സെനറ്റിൻ്റെ അധ്യക്ഷൻ എന്നതിലുപരി ധാരാളം റെഗുലർ ആയിട്ടുള്ള ഡ്യൂട്ടികളും ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് വൈസ് പ്രസിഡൻറ്റിനെ പറ്റി പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.